വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ 2023 നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു 11ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഇതൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു KKN കമ്പനി ലിമിറ്റഡ്, പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ. ഈക്വലന്റ് പ്രൊഡക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഞാനിത് മുഴുവൻ ചെയ്തിട്ടുണ്ട്, എന്തായാലും നിങ്ങൾക്ക് അതും കൂടെ ഉപയോഗിക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ പ്രോസസ് 2. പ്രോസസ് 2ലുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് 5000 യൂണിറ്റ്സ് ആണ്. 36,000 ആണ് അതിന് രൂപ വരുന്നത്. ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് 1. പ്രോസസ് 1ൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത, സ്വാഭാവികമായിട്ട് എന്താ ട്രാൻസ്ഫർ ചെയ്യുക? മെറ്റീരിയൽ അല്ലേ. ഇവിടേക്ക് വരുമ്പോൾ അത് ഇൻപുട്ടാണ്. 2,13,000 യൂണിറ്റ് ഉണ്ട്, 8,27,000. ഡയറക്റ്റ് മെറ്റീരിയൽ ആഡഡ് ഇൻ പ്രോസസ് 2 4,01,800 വരുന്നുണ്ട്. ഇത് മെറ്റീരിയൽ, മെയിൻ മെറ്റീരിയൽ, ഇത് അഡീഷണലി ആഡ് ചെയ്ത മെറ്റീരിയൽ, അതായത് 2 മെറ്റീരിയൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഡയറക്റ്റ് വേജസ് 1,98,100. 2 മെറ്റീരിയൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, ഒരു മെറ്റീരിയലാണ് മെയിൻ മെറ്റീരിയൽ, മറ്റത് എന്താണ് അതിന്മേ ചെയ്യുന്നതാണ്. അതിന്റെ പേരിൽ നമ്പർ യൂണിറ്റ് ആഡ് ചെയ്യില്ല. ഇവിടെ ഇപ്പൊ യൂണിറ്റ് ഉണ്ടല്ലോ. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റീൽ ബാറിന് പെയിന്റ് അടിക്കുക എന്നാണ് എന്നുണ്ടെങ്കിൽ സ്റ്റീൽ ബാർ യൂണിറ്റ് നമുക്ക് പ്രോസസ് 1ൽ നിന്നും വന്നതാണ്. പെയിന്റ് അടിക്കുന്ന പ്രോസസ്സ് 2ാമത്താണ്. അപ്പൊ പെയിന്റ് അടിക്കുന്നത് കൊണ്ട് സ്റ്റീൽ ബാറിന്റെ എണ്ണം കൂടൂലല്ലോ. ഓക്കെ, ഡയറക്റ്റ് വേജസ്, പ്രൊഡക്ഷൻ ഓവർഹെഡ്, യൂണിറ്റ് സ്ക്രാപ്പ് ആയിട്ടുള്ളത് തന്നിട്ടുണ്ട്. ട്രാൻസ്ഫർ ടു പ്രോസസ് 3 1,18,000 ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഡിഗ്രി ഓഫ് കംപ്ലീഷൻ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, സ്ക്രാപ്പ്. സാധാരണഗതിയിൽ സ്ക്രാപ്പ് ഇങ്ങനെ തന്നിട്ടില്ലെങ്കിൽ, വീണ്ടും പറയുന്നു, സ്ക്രാപ്പ് പെർസെൻറ്റേജ് തന്നില്ലെങ്കിൽ മുഴുവൻ 100% ആണ് എടുക്കാറ് കേട്ടോ. ഓക്കെ, എല്ലാം 100% എടുക്കും. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അപ്പൊ അങ്ങനെ എടുക്കും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ലേബർ ആൻഡ് ഓവർഹെഡ് എല്ലായിടത്തും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ കാണുമ്പോൾ ഒറ്റ രീതിയിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പൊ എത്ര കോസ്റ്റ് കോമ്പണന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. എത്ര കോസ്റ്റ് കോമ്പണന്റ് ഉണ്ട്? ഒന്നാമത്തെ കോസ്റ്റ് കോമ്പണന്റ് മെറ്റീരിയൽ 1 എന്നുള്ള രീതിയിൽ ഇത്, രണ്ടാമത്തത് മെറ്റീരിയൽ 2, മൂന്നാമത്തത് വേജസ് 3, 4 പ്രൊഡക്ഷൻ ഓവർഹെഡ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് മെറ്റീരിയൽ 1 2 എന്താണ്, മെറ്റീരിയലിന്റെ കേസ് നോക്കൂ. മെറ്റീരിയൽ 1 2 ലേബർ ആൻഡ് ഓവർഹെഡിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ്, ഒരേ പെർസെൻറ്റേജ് ആണ്. അതും കൂടെ മനസ്സിലുണ്ടാവുക, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ കോസ്റ്റ് ഷീറ്റ് അടക്കം ചെയ്യുന്നുണ്ട് ഇതിൽ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഇതാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്, മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 5,000. പ്രോസസ് 2 ഫ്രം പ്രോസസ് 2 1 ഏതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്? പ്രോസസ് 1 എന്ന് വന്നത് 1 ആണ്. പ്രോസസ് 1 എന്ന് വന്ന് 2,13,000. ടോട്ടൽ 2,18,000 ഉണ്ട്. ഓക്കെ, വെറുതെ ഒച്ചുണ്ടാക്കിയിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് പറഞ്ഞാൽ പോരാ. നിങ്ങൾക്ക് മനസ്സിലാണ്ടെന്ന് കരുതുന്നു, കമന്റിൽ വന്നോട്ടോ. ഓക്കെ, രാവിലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നു, അതുകൊണ്ട്. ഓപ്പണിംഗ് WIP നമ്മൾ ഇനി ഔട്ട്പുട്ടിന്റെ ഡീറ്റെയിൽ ആണ്. പെർട്ടിക്കുലേഴ്സ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുമ്പോൾ ഇത് FIFO മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഓപ്പണിംഗ് ക്ലോസിംഗ് എങ്ങനെ സെപ്പറേറ്റ് തന്നതുകൊണ്ട് നമുക്ക് ഓപ്പണിംഗ് WIP അങ്ങനെ ചെയ്യാം. 5,000 ഉണ്ട്. ടോട്ടൽ ട്രാൻസ്ഫർ ചെയ്ത് 1,89,000 ആണ്. ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടാവും, 1,89,000 ആണ്. അപ്പൊ 1,89,000 ഓപ്പണിംഗ് സ്റ്റോക്ക് 5,000 കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ആയിട്ട് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ആണ് ശരിക്കും ഫ്രഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1,89,000 ഉണ്ടാവും. പിന്നെ നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. നോർമൽ ലോസിനെ പറ്റി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? നോർമൽ ലോസ് എന്ന് പറയുന്നത് 5% ഓഫ് പ്രൊഡക്ഷൻ. അപ്പോ ശ്രദ്ധിക്കുക, പ്രൊഡക്ഷന്റെ 5% എന്ന് പറയുമ്പോൾ 5,000 യൂണിറ്റ്, അതിലേക്ക് 2,13,000 ആഡ് ചെയ്യുക, ശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക.
പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്നിട്ട് അതിന്റെ എന്ത് ചെയ്യാ, ഇപ്പൊ 2,18,000 ക്ലോസിംഗ് സ്റ്റോക്ക് കുറക്കുമ്പോൾ 2 ലക്ഷമായി. 2 ലക്ഷത്തിന്റെ 5% എന്ന് പറയുമ്പോൾ 10,000 വരും. ഓക്കെ, ടോട്ടൽ ലോസ് നമുക്ക് എത്ര ഉള്ളത് ക്വസ്റ്റ്യനിൽ നോക്ക്. ടോട്ടൽ ലോസ് എത്ര ഉള്ളത്? ബാക്ക് വരാത്ത ടോട്ടൽ ലോസ് 11,000 ഉണ്ട്. നമ്മുടെ ലോസ് നോർമൽ ലോസ് എത്ര? നോർമൽ ലോസ് 10,000, ടോട്ടൽ ലോസ് 11,000. അപ്പം ലോസ് ഓവർ ആൻഡ് അബോ നോർമൽ ലോസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അബ്നോർമൽ ലോസ് എന്ന് വിളിക്കും. ഓക്കെ, യൂണിറ്റ് സ്ക്രാപ്പിന്റെ പെർസെന്റേജ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. എന്താണ് ചെയ്യാനുള്ളത് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ വന്ന കാര്യങ്ങൾ നോക്കുക. ഓപ്പണിംഗ് WIP. ഓപ്പണിംഗ് WIP എന്ന് പറയുമ്പം പുതിയ WIP ആണ്. യെസ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മെറ്റീരിയൽ 1 എന്ന് പറഞ്ഞാൽ പ്രോസസ് 1-ൽ നിന്നും വന്ന മെറ്റീരിയൽ ആണ്. പ്രോസസ് 1-ൽ നിന്നും വന്ന മെറ്റീരിയലില് ഇപ്പോ പുതുതായിട്ട് ഈ ഓപ്പണിംഗ് WIP ഒന്നും ചെലവാക്കൂല. കാരണം എന്താ? ഓപ്പണിംഗ് WIP ഓൾറെഡി എന്താണ് ഇവിടെ ഉള്ളതാണ്. അത് പ്രോസസ് 1-ന്റെ കോസ്റ്റിലേക്ക് വരാൻ പാടുമോ? മെറ്റീരിയൽ കോസ്റ്റ് വരാൻ പാടുമോ? മെറ്റീരിയൽ 1-ന്റെ കോസ്റ്റ് വരാൻ പാടില്ല. ഓക്കെ, കാരണം എന്താ? മെറ്റീരിയൽ മുഴുവൻ ഇപ്പൊ പുതിയത് വന്നതാ. ഇവിടെ ഓൾറെഡി ഉള്ള സാധനമല്ലേ നമ്മുടെ അടുത്ത് ഓപ്പണിംഗ് WIP. അത് കഴിഞ്ഞ തവണ അവർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, നമ്മൾ പ്രോസസ് ചെയ്തതാ. അതിന്റെ കോസ്റ്റ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അത് വരാൻ പാടില്ല. ഓക്കെ, മെറ്റീരിയൽ 2 നോക്കുക. അത് 70% കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ 30% ഇവിടെ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. പിന്നെ ലേബർ ആൻഡ് ഓവർഹെഡ് ഒന്നിച്ചാ എഴുതിയത്. വേറൊരു കോളം കൂടെ ഇടാനാവൂല എന്ന് എഴുതിയത് കൊണ്ടാണ്. എന്താണ്? രണ്ടിന്റെയും പെർസെന്റേജ് സെയിം ആണ്, അതുകൊണ്ടാണ് 2,500. എന്നാൽ ഫ്രഷ് ആയിട്ട് വന്നതിൽ 1,84,000 ഉണ്ട്. അതില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ കോസ്റ്റ് മെറ്റീരിയൽ 1-ന് വരണം. ഫ്രഷ് ആയിട്ട് വന്ന അവിടുത്തെ ഇങ്ങോട്ട് വന്ന മെറ്റീരിയൽ അല്ലേ. അപ്പൊ അവിടുന്ന് വന്നതിന്റെ കോസ്റ്റ് നമ്മൾ ഇതിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പോഷൻ ചെയ്ത് കൊടുക്കണ്ടേ? അതാണ് മെറ്റീരിയൽ 2 എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോസ്റ്റ്. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ ഇവിടെ ചെലവാക്കിയത്, ലേബർ ആൻഡ് ഓവർഹെഡ്. പിന്നെ കംപ്ലീറ്റ് ആയതുകൊണ്ട് 100% കൊടുക്കണം. നോർമൽ ലോസ് ഓൾറെഡി ഗുഡ് യൂണിറ്റ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് പിന്നെ സെപ്പറേറ്റ് കോസ്റ്റ് ഇടരുത്. ഓക്കെ, ഈക്വലൻ യൂണിറ്റ് കാണരുത്. അബ്നോർമൽ ലോസ് എന്ന് പറയുമ്പം മെറ്റീരിയൽ 1 100% കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ 2 ക്വസ്റ്റ്യനിൽ തന്നതുണ്ട് 100%. ഇത് 80%. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കും മെറ്റീരിയൽ 1 100, ഇവിടെ 80. കാരണം മെറ്റീരിയൽ 1 എന്തുകൊണ്ട് 100 ഇടുന്നത്? ഒക്കെ അല്ല, മെറ്റീരിയൽ 1 മുഴുവൻ ഇങ്ങോട്ട് എത്തിയിട്ടല്ല, അതുമല്ലല്ലേ വർക്ക് ചെയ്യണത്. അതിന്റെ കോസ്റ്റ് മുഴുവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോ തന്നെ കംപ്ലീറ്റ് ആയതല്ലേ. അതിന് 100% വരണ്ടേ? വരണം. എന്നാ അപ്പൊ എന്താ ഓപ്പണിംഗ് സ്റ്റോക്കിൽ വരാത്തത്? ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ എത്ര, ഈ 2 ലക്ഷത്തി എത്രോ അല്ലേ, അതിൽ വന്നിട്ടുണ്ടോ? 2 ലക്ഷത്തി എത്രയോ നോക്കണ്ടെന്ന് നോക്കിയേക്ക്. ഇതാ എത്ര വന്ന്? 2,13,000 യൂണിറ്റ് പുതിയ വന്നതാ. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈ 5,000-ൽ ഈ കോസ്റ്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് എടുക്കാത്തത്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ഇടാ കേട്ടോ. ഞാൻ ആള് ലൈവിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാനേ കഴിയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ ലോജിക്ക് എല്ലാത്തിനും കൃത്യമായിട്ടുണ്ട്. അപ്പൊ ഈക്വലൻ യൂണിറ്റ് സെറ്റ് ചെയ്തു. എന്നിട്ട് മെറ്റീരിയലിന്റെ മുഴുവൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതാ 1,84,000 1000 18,000 കൂട്ടുമ്പോൾ മെറ്റീരിയൽ 1 2,03,000 ഈക്വലൻ യൂണിറ്റ് ആയി. മെറ്റീരിയൽ 2 ഇതാ ഇതേപോലെ ആഡ് ചെയ്തപ്പോൾ 2,09,000 വന്നു. ലേബറിന് വന്നപ്പം ഇതാ എല്ലാം കൂടി ചെയ്തപ്പോൾ 1,98,000. ഇത്ര ക്വസ്റ്റ്യനിലുള്ളൂ. നമ്മളിത് മുഴുവൻ കംപ്ലീറ്റ് ആക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈക്വലൻ യൂണിറ്റ് ഓരോന്നും ഓർത്ത് വെക്കട്ടോ. 2, 3, 2,900, 1,98. ഇത്രയേ ഉള്ളൂ. ഇനി ഓരോന്നിന്റെയും കോസ്റ്റ് എടുക്കുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. മെറ്റീരിയൽ 1-ന്റെ കോസ്റ്റ് എടുക്കുക, ഡിവൈഡ് ചെയ്യുക. മെറ്റീരിയൽ 2-ന്റെ കോസ്റ്റ് എടുക്കുക, അങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പൊ മെറ്റീരിയൽ 1 ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോസസ് 8,27,000 ആണ്. അതിൽ സ്ക്രാപ്പ് എടുക്കണം. സ്ക്രാപ്പ് അതുമ്മലാണ് കളിക്കേണ്ടത്. സ്ക്രാപ്പ് ക്വസ്റ്റ്യൻ നോക്കുക. സ്ക്രാപ്പ് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു യൂണിറ്റിന് 1.5 വെച്ചിട്ടുണ്ട്. 11,000 എടുക്കാൻ പാടില്ല. നോർമൽ ലോസിന്റെ തന്നെ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ 10,000 ഇൻറ്റു 1.5 എന്ന് പറയുമ്പോൾ എത്ര? 15,000 വരും. ഇതിന്റെ കോസ്റ്റ് കണ്ടില്ലേ?
എത്ര 8,25,000. അപ്പൊ 8,25,000 15,000 കുറക്കുക. ഓക്കെ, 8,25,000 15,000 കുറച്ചപ്പോൾ 8,12,000 ഉണ്ട്. ഈക്വലൻ യൂണിറ്റ് 2,03,000 ഉണ്ട്. മെറ്റീരിയൽ 1ന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ഈക്വലൻ യൂണിറ്റ് എത്രയാണ്? 2 ആണ്. മെറ്റീരിയൽ 2 വരുമ്പോൾ ആഡഡ് പ്രോസസ്സിൽ ആഡ് ചെയ്തതാണ് 4,01,800 ഉണ്ട്. അതിന് മെറ്റീരിയൽ 2ന്റെ ഈക്വലൻ യൂണിറ്റ് 2,900 ആണ്. 2 കിട്ടി. വേജസ് നോക്കുക. വേജസ് 1,98,100 ആണ്. അതിന്റെ ഈക്വലൻ യൂണിറ്റും അത് തന്നെയാണ് വരുന്നത്. അത് ഇവിടുന്ന് കിട്ടിയേ. വേജസിനും അതായത് ലേബർ ആൻഡ് ഓവർഹെഡ് സെയിം ആണ്, അതാണ് എടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ ഓവർഹെഡ് 99,050 ആണ് വരുന്നത്. അതിന് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.5 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ചെയ്ത 7.5 വരും. ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ 4, 2, 1, അര അങ്ങനെ വരും. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് അപ്പോർഷൻമെന്റ് ഓഫ് കോസ്റ്റ് ആണ് നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് മെറ്റീരിയൽ 1 ഒന്നും വരൂല, അതുകൊണ്ട് അത് നേരെ വാരി വലിച്ച് അങ്ങോട്ട് എഴുതി. മെറ്റീരിയൽ 2 ഇതിന്റെ ഒക്കെ ഈക്വലൻ യൂണിറ്റ് കൊടുക്കുക. ആദ്യം കോസ്റ്റ് പെർ യൂണിറ്റ് കൊടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, ടോട്ടൽ ഇടുക. ഓക്കെ, ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത് എംകോമാരല്ലേ, കുറച്ച് ബോധം ഉണ്ടാവും എന്നുള്ളവർക്കാണ് കേട്ടോ. യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് മെറ്റീരിയൽ 1 ഈക്വലൻ യൂണിറ്റ് കൊടുക്കുക. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈക്വലൻ യൂണിറ്റ് ഓരോന്ന് എടുത്ത് എഴുതണേ. അതായത് നോക്കുക, ഒന്ന് ഇതാ മെറ്റീരിയൽ 1 കാണുന്നുണ്ടല്ലോ, അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യണം? എടുത്ത് എഴുതണം. ഓക്കെ, ഈക്വലൻ യൂണിറ്റ് ഓരോന്നും സെപ്പറേറ്റ് എന്ത് ചെയ്യണം? എടുക്കണം. അത് മനസ്സിലാക്കുക. അപ്പൊ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ആൻഡ് ട്രാൻസ്ഫറിൽ മെറ്റീരിയൽ 1, മെറ്റീരിയൽ 2, വേജസ്, അങ്ങനെ ഓരോന്നും വന്നു. സത്യത്തില് ഇതിങ്ങനെ ഓരോന്ന് എഴുതുന്നതിന് പകരം ഡയറക്റ്റ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 7.5 എഴുതാം. കാരണം എന്താ? എല്ലാത്തിനും ഒരേ 1,84,000 അങ്ങനെയും ചെയ്യാം. ഏതായാലും ഇത് ടോട്ടൽ ചെയ്ത് വരുമ്പോൾ 13,80,000 ഉണ്ടാവും. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ശ്രദ്ധിക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഇതേപോലെ നോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് നോക്ക്. മെറ്റീരിയൽ 1 18, മെറ്റീരിയൽ 2 14,400, ഇവിടെ 10,800, രണ്ടെണ്ണം വരും. ലേബറും ഓവർഹെഡും സെപ്പറേറ്റ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് ആ ഈക്വലൻ യൂണിറ്റ് ഇട്ടു, ഓരോന്നിറ്റും മൾട്ടിപ്ലൈ ചെയ്തു, ആൻസർ ഇവിടെ ഇട്ടു. ഇനി അബ്നോർമൽ ലോസിന്റെ കേസ് എടുക്കുക. ഈക്വലൻ യൂണിറ്റ് നോക്ക്. ഇത് ടോട്ടൽ യൂണിറ്റ് ഉണ്ട്. ഈക്വലന്റ് ഇവിടെ 2,000, ഇവിടെ 800 രണ്ടെണ്ണം വരും. ഉണ്ടോ? അബ്നോർമൽ ലോസിന്റെ. എന്നിട്ട് യൂണിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ കിട്ടിയ ആൻസർ ഓരോന്നും കിട്ടി. ഇനിയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് പോകുന്നത്, കോസ്റ്റ് ഷീറ്റിലേക്ക് പോകുന്നത്. കോസ്റ്റ് ഷീറ്റിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക, യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ. യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് എന്ന് പറയുമ്പോൾ ഈ എമൗണ്ട് കൂട്ടണം, ഈ എമൗണ്ടും കൂട്ടണം, പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ കഴിഞ്ഞ പീരീഡിലെ വാല്യൂ കൂടെ കൂട്ടണം. അതാണ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് യൂണിറ്റ് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഈ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഓപ്പണിംഗ് WIPന്റെ കോസ്റ്റും കൂടെ വരണം. ബാക്കിയൊക്കെ സെയിം ഇതേപോലെ എടുത്ത് എഴുതാൻ പറ്റും. നോക്കുക, ഓപ്പണിംഗ് WIP 36, പ്രോസസ് 1 എന്ന് വന്നത് കേട്ടോ. പിന്നെ മെറ്റീരിയൽ, വേജസ് എല്ലാം എടുത്തിട്ടു. നോർമൽ ലോസിന്റെ കണക്ക് നമ്മൾ പറഞ്ഞു, 10,000 യൂണിറ്റിന് 1.5 എന്ന് പറയുമ്പോൾ അങ്ങനെ വന്നതാണിത്. പ്രോസസ് 4ലേക്കുള്ള എമൗണ്ട് 1,89,000-ന് 14,27. അബ്നോർമൽ ലോസിന്റെ കണക്ക് ഇത് നമ്മൾ ഇവിടെ കണ്ടു, 7,200. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ 1,17,000, അത് ഇവിടുന്ന് കണ്ടു, ഇതാ ഇവിടെ കണ്ടു. അപ്പൊ ഇനി ഇതെങ്ങനെ കിട്ടി? 1,22,750, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതിലേക്ക് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എത്ര ക്വസ്റ്റ്യനിൽ തന്നെ? 36,000, അതും കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് വരിക. സെറ്റാന്ന് കരുതുന്നു. അത്യാവശ്യത്തിന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതേ രീതിയിൽ തന്നെ പോയാൽ മതിയെങ്കിൽ അതും പറയാം. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ഒരുപാട് സ്ട്രെസ് എടുത്ത് വെച്ചുണ്ടാക്കി പറയണ്ടല്ലോ, ഒരു കാര്യം പറഞ്ഞാൽ പോരെ എന്നുള്ളത് കൊണ്ടാണ്. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം കേട്ടോ. ഓക്കെ, തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാണ്. ഇനി ഫിഫോലില്ല, ഇനി വെയിറ്റഡ് ആവറേജ് ഫ്രീ ആവുമ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാം. 1-ാം തീയതി അല്ലേ എക്സാം? ഫ്രീ ആവുന്ന സമയത്ത് ഓരോന്നെടുത്ത് ചെയ്യണ്ട കേട്ടോ. ഓക്കെ.